ഇങ്ങോട്ട് വാടി. അവള് കോളേജിലോട്ടാന്നും പറഞ്ഞിട്ട് കണ്ടവന്മാരുടെ കൂടെ ഛേ ഇങ്ങോട്ട് കേറി വാടി, നിനക്കുള്ള ഞാൻ തരുന്നുണ്ട്. അച്ഛാ അതങ്ങനെയല്ല. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ കൈ വേദന എടുക്കുന്നു. വിടച്ഛ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇനി എന്താടി ഞാൻ കേൾക്കേണ്ടത്? ഞാൻ കണ്ടതെന്താ? ഇനി നീ ഒന്നും പറയണ്ട, എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല. അവളിങ്ങോട്ട് വരട്ടെ. എടീ, നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ജാനി. ആ എന്താ ഏട്ടാ? അയ്യോ, എന്താ എന്റെ മോൾ കരയുന്നേ? ഏട്ടാ എന്താ പറ്റിയേ? മോളെ എന്താ പറ്റിയേ? ഏട്ടാ ഒന്ന് പറ, എന്താ കാര്യം? എന്റെ മോൾ എന്തിനാ കരയുന്നേ? ഇനി എന്ത് പറയാൻ? നാട്ടുകാർ കണ്ട എന്താ പറയാ? വീട്ടുകാരെ വളർത്തുദോഷം എന്ന് പറയാ. ഇവളെയൊക്കെ നീ ഇനി എങ്ങോട്ടും പോകുന്നില്ല. നീ ആ റൂമിൽ തന്നെ ഇരുന്നാ മതി. നിന്നെ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് കൊഞ്ചിച്ചപ്പോ നീ ഞങ്ങൾക്ക് തന്നത് ഇതാണല്ലേ? ഞങ്ങൾക്ക് ഇത് കിട്ടണോടി. ഇനി നീ എന്നോട് ചോദിക്കാണ്ട് പുറത്തോട്ടെങ്ങാനും ഇറങ്ങ്. അച്ഛാ പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. മിണ്ടാണ്ട് കേറി പോടി അകത്ത്. ഇനിയും നിന്ന് എന്റെ കൈക്ക് നീ പണി ഉണ്ടാക്കും. ചെല്ലേ. അല്ല, കൊച്ചെന്തിനാ കരഞ്ഞോണ്ടോയാ? നിങ്ങൾ അവളെ തല്ലിയോ? അവളെയൊക്കെ തല്ലല്ല വേണ്ടത്. നിനക്കറിയോ അവളെന്താ കാണിച്ചേന്ന്? കോളേജിലാട്ടോന്നും പറഞ്ഞുകൊണ്ട് പോണെന്നുണ്ടല്ലോ, കണ്ടവന്മാരുടെ കൂടെ കണ്ണിക്കണ്ട സ്ഥലത്ത് കറങ്ങി നടക്കാനാണ്. ഞാനപ്പോ എന്താ ചെയ്യേണ്ടത്? എന്റെ കണ്ണുകൊണ്ടാ ഞാൻ കണ്ടത്. ഓ എന്റെ മനുഷ്യ, ചിലപ്പോ അത് അവളുടെ ഫ്രണ്ട് ആയിരിക്കും. നിങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിക്കല്ലേ, പണ്ടത്തെ കാരണവന്മാരെ പോലെ. പിന്നെ ഫ്രണ്ട് ഞാനൊന്നും പറയുന്നില്ല. എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട്. രണ്ടിൽ ഒരാൾ ആരെങ്കിലും എന്തെങ്കിലും പറയേ, എനിക്ക് എന്നാലല്ലേ കാര്യം മനസ്സിലാവത്തുള്ളൂ. ഷോ എന്റെ ദൈവമേ, ഞാനിത് എന്തൊക്കെയായി കേൾക്കുന്നേ? ഈ കൂടുതൽ എന്ത് കേക്കാൻ? അനുഭവിക്കാനാ. അനുഭവിക്കാണ്ട് പറ്റോ? അച്ഛനും മോളും കൂടെ അങ്ങ് അനുഭവിച്ചോ. കൊഞ്ചിച്ച് വഷളാക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഒറ്റ മോളല്ലെന്ന് വെച്ച് കൊഞ്ചിക്ക്, കുറച്ചും കൂടെ അങ്ങ് കൊഞ്ചിക്ക്. രണ്ടാളും എന്താന്ന് വെച്ചാ കാണിച്ചു. ഇതിലൊന്നും എന്നെ വിളിക്കണ്ട, എനിക്ക് വയ്യ നാണം കെടാൻ. അച്ചോട്ട, ഹലോ അച്ചോട്ട. നീ മോളെ അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോടോ? അച്ചോട്ട, അച്ഛനെ കൊറേ തല്ലി. അച്ഛനോട് എത്ര പറഞ്ഞിട്ട് അച്ഛൻ കേൾക്കുന്നില്ല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. മോളെ നീ കരയാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. സാരില്ല, പോട്ടെ. അച്ഛനല്ലേ തല്ലിയത്. ഞാൻ ഏതായാലും അച്ഛനോട് നമ്മുടെ കാര്യം ഒന്ന് സംസാരിച്ചു നോക്കാം. സമ്മതിക്കും. അച്ഛൻ എന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിരെ നിൽക്കില്ല. അല്ല, എങ്ങാനും നിന്നെ അച്ഛൻ വീണ്ടും തല്ലിയാലോ? വേണ്ടാടാ, അത് വേണ്ട. ഇല്ല ചേട്ടാ, തല്ലിയാലും വേണ്ടില്ല. എനിക്ക് നിങ്ങളല്ലാണ്ട് പറ്റൂല. ഞാൻ എന്തായാലും പറയും. സാരമില്ല, അച്ഛനല്ലേ തല്ലുന്നത്. എന്നാ നീ എന്താന്ന് വെച്ചാ ചെയ്. പക്ഷെ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ അങ്ങോട്ട് അച്ഛനോട് വഴക്കിടാനൊന്നും പോകണ്ട, കേട്ടല്ലോ? എന്താന്ന് വെച്ചാ നീ ഒറ്റ മോളല്ലേ, അപ്പൊ അവര് നന്നായിട്ട് വാത്സല്യത്തോടെ അല്ലേ വളർത്തി കാണാ. അതുകൊണ്ട് നീ അവരോട് പെട്ടെന്ന് ഒരു ദിവസം ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് നന്നായിട്ട് വിഷമാവും. അതുകൊണ്ട് നീ അവരോട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. ശരി ചേട്ടാ, എന്നെ ഞാൻ കോള് വെക്കുവാണേ. അച്ഛനും അമ്മയും ഞാൻ ഫോൺ വിളിക്കുന്നത് കണ്ട അവരെൻ്റെ കയ്യിൽ നിന്ന് ഫോണിട്ട് മാറ്റി വെക്കും. ശരിടാ. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്കാൻ മറക്കല്ലേ. ശരി ചേട്ടാ, ബൈ. ദൈവമേ, ഞാൻ എങ്ങനെ അച്ഛനോട് പറയാ? എനിക്ക് അങ്ങേരില്ലാണ്ട് പറ്റൂലെന്ന്. എന്തായാലും കുറച്ച് കഴിഞ്ഞ് ശാന്തമാകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലാം. ചോദിച്ചു നോക്കാം. എൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിരെ നിൽക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ദൈവമേ കാത്തോണേ. ഡി ജാനി, കൊച്ചെന്തേലും കഴിച്ചാടി? ആ നന്നായി. എന്നാ പിന്നെ നിങ്ങൾക്ക് അന്ന് പോയി നോക്കിക്കൂടെ? നിങ്ങൾക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ് താനും. എന്നാ പിന്നെ വഴക്കിട്ട് നിൽക്കുകയും വേണം. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് അതങ്ങ് നടത്തി കൊടുത്തൂടെ മനുഷ്യ? അതിൻ്റെ ഇഷ്ടമല്ലേ, അതങ്ങ് നടത്തി കൊടുക്കാം. നമ്മുടെ മോക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്, അവളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എന്തിനാ നമ്മൾക്ക് ഇങ്ങനെ ഒരു കടുംപിടുത്തം? അതങ്ങ് സമ്മതിച്ച് കൊടുത്തേക്ക് മനുഷ്യ. എന്തിനാ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്? നമ്മളിങ്ങനെ കടുംപിടുത്തം പിടിച്ചിട്ട് എന്താ കാര്യം? അവൾക്ക് എങ്ങാനും വല്ല മനസ്സിന് വിഷമം തട്ടിക്കഴിഞ്ഞാൽ അവൾ വല്ലതും ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? അവൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആരും ഉണ്ടാവൂല. നമുക്ക് അവളുടെ ഇഷ്ടങ്ങളല്ലേ വലുത്. ഒന്ന് ഓർത്ത് നോക്ക്. ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ കണ്ടില്ലേ? പിള്ളേരുടെ ജനറേഷനാ. അവർക്ക് ഇഷ്ടമുള്ള ആളെയല്ലേ അവർ കെട്ടേണ്ടത്. അല്ലെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ അല്ലേ അവൾ ഈ ജന്മം മുഴുവൻ ജീവിക്കേണ്ടത്. അവളാ ജീവിക്കേണ്ടത്, അല്ലാണ്ട് നമ്മളല്ല. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ നമുക്ക് അവൾക്ക് കെട്ടിച്ചു കൊടുക്കാം. ഏട്ടാ, നിങ്ങൾ എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലുമൊന്ന് പറ. അതിന് നീ എനിക്ക് പറയാനുള്ളൊരു ഇട തരണ്ടേ? ആ, നീ പറഞ്ഞത് ശരി തന്നെ. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയാണ് അവള് ജീവിക്കേണ്ടത്. പക്ഷേ നീ ഒന്ന് മറന്നുപോയി ജാനി. ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ മറന്നോ?
നമ്മള് അരുണിന്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തത് നമ്മുടെ മോളെ അവന് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ്. നീ അതൊക്കെ പെട്ടെന്ന് മറന്നോ ജാനി? അത് പിന്നെ ഏട്ടാ, അതൊക്കെ പണ്ട് പറഞ്ഞതല്ലേ. അത് പിള്ളേര് കൊച്ചായിരിക്കുമ്പോ. ഇപ്പൊ അതിനൊന്നും വലിയ ഇതില്ല. അതൊന്നും പറ്റില്ല എന്ന് അവരോടങ്ങ് പറഞ്ഞാൽ മതി. അവരിപ്പോ അത് മാത്രല്ല, അതൊക്കെ ഓർത്തിരിക്കോ? നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം. അവരങ്ങനെ മറക്കൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവരൊരിക്കലും അതൊന്നും മറക്കൂല. അരുൺ വരും. അവളെ കൂട്ടിക്കൊണ്ട് പോവാൻ എന്തായാലും അവൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നിനക്ക് ഓർമ്മയില്ലേ, അവൻ അമേരിക്കക്ക് പോകും മുമ്പേ അവൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചു വന്ന് ഇവളെ കെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ചോദിക്കൂന്ന്. അവൻ വന്നാൽ എന്ത് ചെയ്യും? അവൻ വരുമ്പോ ഇവളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? അവനതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? അത് നീ ഒന്ന് പറ. ഒരിക്കലും അതൊന്നും നടക്കൂല ജാനി. അല്ലെങ്കിൽ പിന്നെ അവനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവന് മനസ്സിലാവുകയാണെങ്കിൽ നമ്മുടെ മോക്ക് ഇഷ്ടപ്പെട്ട ആളെ അവൾക്ക് കിട്ടും. അല്ലെങ്കിൽ അരുണിന് തന്നെ ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കും. അതില് ഒരു മാറ്റവും ഇല്ല ജാനി. എന്നാലും നമ്മുടെ മോളുടെ ഇഷ്ടം. ആ, ഏട്ടാ, ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്ന കോളിംഗ് ബെല്ലിന്റെ സൗണ്ട്. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. ഏയ് ജാനി, താൻ തനിച്ചു പോണ്ട. വാ, ഞാനും വരാം. നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അരുൺ, എന്താ ആന്റി ഒരുമാതിരി പ്രേതത്തിനെ കണ്ട പോലെ? എന്തേ, ഞാൻ വന്നത് ഇഷ്ടായില്ലേ? ഏയ് അങ്ങനെയൊന്നുമല്ല. പെട്ടെന്ന് മോനെ കണ്ടപ്പോ ഞാനങ്ങ് സർപ്രൈസ് ആയിപ്പോയി. ഏതായാലും മോൻ കേറി ഇരിക്കുവാ. ആ അങ്കിളെ, സുഖല്ലേ? ആന്റി സുഖല്ലേ ആന്റി? ആ മോനെ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. മോന് സുഖല്ലേ? എങ്ങനെ പോകുന്നു ഇപ്പോ അവിടുത്തെ ബിസിനസ് ഒക്കെ? ആ അങ്ങനെ കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടിയൊക്കെ പോകുന്നു. നീ എന്തൊരു മുന്നറിയിപ്പില്ലാണ്ടൊക്കെ? എന്ത് പറ്റി? ഓ, ഒരു സർപ്രൈസ് തരാന്ന് വിചാരിച്ചു. പറഞ്ഞിട്ടൊക്കെയാണോ സർപ്രൈസ് വരുന്നേ? അതുകൊണ്ടല്ലേ ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നത്. എന്തായാലും ജാനിയമ്മ ഒന്ന് സർപ്രൈസ് ആയി ഷോക്കായി, എനിക്കറിയാം. ആ, പിന്നെ ഷോക്കായി. അല്ല അരുണേ, നിനക്ക് ഈ അങ്കിള് ആന്റി എന്നുള്ള വിളി അങ്ങ് നിർത്താറായില്ലേടാ? ഓ പിന്നെ, അങ്കിൾ ആന്റി തന്നെ നല്ലത്. പിന്നെ അമ്മാവനും അമ്മായി എന്നൊക്കെ വിളിക്കുമ്പോ ഒരു ഗുമ്മില്ലെന്നേ. ഇപ്പൊ ന്യൂ ജനറേഷൻ മാൻ. അവന്റെ ഒരു ജനറേഷൻ. നീ പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് ദേ ഞാൻ എന്തേലും കഴിക്കാൻ എടുത്തു വെക്കാം. ഞാൻ കഴിച്ചിട്ടൊക്കെ വന്നത്. അല്ല, അതിനു മുമ്പേ എന്റെ പെണ്ണെവിടെ? പിന്നെണ്ടല്ലോ അങ്കിളെ, ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഞാൻ അവളെയും കൊണ്ടേ പോകത്തുള്ളൂ. എനിക്കങ്ങ് തന്നേക്കണം, ഞാൻ കൊണ്ടുപോകും അങ്ങോട്ട്. ആ, അവള് കിടന്നെന്നാ തോന്നുന്നേ മോനെ. എന്തായാലും നീ പോയി ഒന്ന് ഫ്രഷ് ആവ്. എന്നിട്ട് നീ കഴിച്ചെന്നല്ലേ പറഞ്ഞ, എന്നാ പിന്നെ നീ പോയി കിടക്കാൻ നോക്ക്. എടി ജാനി, നീ പോയി റൂം കാണിച്ചു കൊടുക്ക കൊച്ചിന്. ഏയ്, എനിക്ക് അങ്ങനെ റൂമൊന്നും കാണിച്ചു തരണ്ടെന്നേ. ഞാൻ ഏതെങ്കിലും റൂം കണ്ടുപിടിച്ചോളാം. ശരി ശരി, പോയി കിടക്കാൻ നോക്ക്. അമേസിങ്, ഈ റൂം മതി. ഷേ, വന്നിട്ട് എന്റെ പെണ്ണിനെ കാണാത്തോണ്ട് ഒരു സുഖമില്ല. ഒന്ന് പോയി കണ്ടാലോ. പക്ഷേ ഈ നട്ടപ്പാതിരക്ക് റൂമിൽ കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ. എന്നാലും വേണ്ടില്ല, ഒന്നും ചെയ്യാനൊന്നല്ലല്ലോ, ഒന്ന് കാണാനല്ലേ. കണ്ടിട്ട് ഇങ്ങോട്ട് പോരാ. ആര് പറയാൻ പോകുന്നു? ഷേ, ഇനിയിപ്പോ സമയം എത്രയായി? 12. ഇനിയിപ്പോ കുളിക്കണ്ട. ഓ, ഒന്നാമതേ വന്ന വഴിക്ക് പ്രേത സിനിമ കണ്ടിട്ട് മനുഷ്യൻ പേടിച്ചിരിക്കണേണ്. അതിൽ പിന്നെ ഇനി കുളി എനിക്ക് വയ്യ. എന്തായാലും ഞാൻ എന്റെ പെണ്ണിനെ പോയി ഒന്ന് കാട്ടെ. രാവിലെ നേരത്തെ ആയിട്ട് വിളിക്കാം. ഉഫ്, എന്റെ ദൈവമേ, ഈ മുതലിനെ കാണാനാ ഞാൻ എവിടുന്ന് ഇവിടെ വരെ വന്നത്. കണ്ടപ്പോ എന്താന്നറിയില്ല, ഒരു സുഖം. അടിവയറ്റിൽ മഞ്ഞ് പോലത്തെ ഒരു സുഖം. വീട്ടിലും ഒന്ന് ഞാൻ ഉറപ്പിച്ചു, തിരിച്ച് അമേരിക്കക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇതിനെ കൊണ്ടേ ഞാൻ പോകും. ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. അവള് കിടന്നോട്ടെ, ഞാൻ പോട്ടെ. പോയി കിടന്നുറങ്ങാം. ഇനിയിപ്പോ നന്നായിട്ട് ഉറങ്ങാം. മനസ്സ് നിറഞ്ഞ് അവളെ കണ്ടല്ലോ. ഓഹോ, എന്റെ ആന്റി രാവിലെ തന്നെ ഇവിടെ പാചകത്തിലാണോ? എനിക്കൊരു ചായ തന്നെ ആന്റി. ചായ ചായ. ഓ, ആന്റി മറന്നുപോയി മോൻ വന്ന കാര്യം. എന്നാ ചായ കുടിക്ക്. പിന്നെ മോന് കുഴപ്പമില്ലെങ്കിൽ ഈ കോഫി അവക്കൊന്ന് കൊണ്ട് കൊടുക്കാവോ? അതിനിപ്പോ എന്താ ആന്റി, എന്ത് കുഴപ്പം? ഒരു ചായയല്ലേ, ഞാൻ കൊണ്ടു കൊടുത്തോളാം. താ. ആ, പിന്നെ മോനെ, ചായക്ക് നല്ല ചൂടുണ്ടേ, നോക്കിക്കൊണ്ടോണേ. ആ ആ
ഓഹോ, എന്റെ പൊന്നു ദൈവമേ, ഈ പെണ്ണിതുവരെ എണീറ്റില്ലേ? എടി കുഞ്ഞി, എണീറ്റേ മതി ഉറങ്ങിയത്. ആ, ഇവളിത് എണീക്കുന്നു തോന്നുന്നില്ല. ലൈറ്റ് ഓൺ ആക്കാം, നീ എണീക്കും, കാണിച്ചു തരാം ഞാൻ. ശ്ശേ, ഇതാരാ ഇത്? മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂല. ഞാനിക്കുട്ടി, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ, ഞാൻ കിടക്കട്ടെ. ഇടി പോത്തെ, ജാനിക്കുട്ടിയൊന്നല്ല, നീ എണീറ്റടി. എന്തൊരു ഉറക്കാ. ആ, വരുണേട്ടൻ. ഓ, വരുണല്ല, അരുണേട്ടനാ ഇത്. ഓ, 4 വർഷം കാണാതിരുന്നപ്പോഴത്തേനും നമ്മള് മറന്നവള്, പേര് പോലും മറന്നു അല്ലേടി? അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റൂ? എന്തൊക്കെ സംഭവിച്ചാലും ഉണ്ടായ കാര്യങ്ങളെല്ലാം അരുണേട്ടനോട് പറയണം. അരുണേട്ടനെ കൂടെ നിൽക്കും, ഉറപ്പ്. നീ എന്താ പറയുന്നേ? അല്ല കുഞ്ഞി, നീ കരയാണോ? ഇങ്ങ് നോക്കിയേ, എടി പെണ്ണെ, ഇങ്ങ് നോക്കിയെന്ന്. എടി പോത്തെ, ഇങ്ങ് നോക്കാൻ. ഏയ്, അത് പിന്നെ അരുണേട്ടനെ കണ്ടപ്പോ പെട്ടെന്ന് ഇമോഷണൽ ആയിപ്പോയി. എപ്പോ വന്നു? ഞാനെന്നല്ലൊരു നട്ടപ്പാതിരായപ്പോഴേക്ക് എത്തി. ആ, ഏതായാലും നീ പോയിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, മാറിയിട്ട് പാടില്ല ചെല്ല്. എന്നിട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോവാം. അല്ല, എങ്ങോട്ടാ പോണേ? അച്ഛൻ എന്നെ വിടുമെന്ന് തോന്നുന്നില്ല. അതെന്താ അച്ഛൻ വിടാത്തെ? അതൊക്കെ വിട്ടോളും, ഞാനല്ലേ ഉള്ളത്. ഏതായാലും നീ പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് നമുക്ക് പോവാം. അല്ല, എവിടെ പോവാ? ശരി എന്നാ. ആലിലക്കാവിലെ തെന്നലെ നിന്നെ ഞാൻ തവരത്താലിയിൽ തടവിലാക്കും. കടവുകൾ പൂക്കുമാ വയലുകൾക്കപ്പുറം കുടിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുപോകും. ഹൈ ഹൈ, ഓ, കൊണ്ടുപോകും ഞാൻ. മോനെ അരുണെ, അങ്കിളിന് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നമുക്കൊന്ന് പുറത്തു പോയാലോ? മൈ ഗോഡ്, സോ സോറി അങ്കിൾ. ഞാനും അവളും പുറത്തോട്ട് പോവാണ്, അതുകൊണ്ട് പിന്നെ ഒരു സാവാം. എന്തായാലും കെട്ടൊക്കെ കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്കിള് പതിയെ പറഞ്ഞാൽ മതി. ഏതായാലും പിന്നെ അവള് അങ്കിള് വിടൂലെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ കൊണ്ടുപോകണേല് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അത് വേറെ കാര്യം, ഞാൻ കൊണ്ടുപോകും. ഏയ്, എന്ത് കുഴപ്പം? മോനല്ലേ കൊണ്ടുപോകുന്നേ? ഞങ്ങക്ക് വിശ്വാസം. ഉം, ഏത് ഡ്രസ്സ് എപ്പോയിട്ടാ? അവളുടെ ഇഷ്ടമുള്ളത് റെഡ്, അപ്പോ അവളും റെഡ് ഡ്രസ് ആയിരിക്കും. എന്നാ പിന്നെ റെഡ് കളർ ഷർട്ട് ഇടാം. ഇത് മതി. കൊള്ളാം. ഇന്ന് ഞാൻ അവളോട് എന്റെ ഇഷ്ടം പറയും. അല്ല, ചിലപ്പോ അവളെങ്ങനെ റിജക്ട് ചെയ്താലോ? എന്തുമൊക്കെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡ് ഞാൻ ആ കടലിൽ ചാടിച്ചാവും. അങ്ങനെ ഒരുത്തന് വേണ്ടി ഞാൻ എന്റെ പെണ്ണിനെ വിട്ടുകൊടുക്കൂല. അത്രക്ക് ഇഷ്ടം എനിക്ക് അവളെ. 5-8 വർഷം ഈ ചങ്കി കൊണ്ട് നടന്നതാ. അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരെ കൊല്ലേണ്ടി വന്നാലും അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. അത്രക്ക് ഇഷ്ടം എനിക്ക് അവളെ. ഇത്രയും കാലം ചങ്കിക്കൊണ്ട് നടന്ന അവളെ മറക്കാനും എനിക്ക് പറ്റൂല. അവളെ ഞാൻ തന്നെ കിട്ടും. എന്താന്നറിയില്ല, ഇത്രയും കാലം ഇല്ലാത്ത എന്തോ ഒരു പോലെ ഇവിടെ വന്നിട്ട് എന്തോ അവളെ എനിക്ക് കിട്ടൂല എന്നുള്ളൊരു തോന്നല്. അത് ഞാൻ സമ്മതിക്കില്ല. അവളെ ഞാൻ തന്നെ കിട്ടും, ഞാൻ കൊണ്ടുപോകും. ഞാൻ പോകുന്നതിന് മുമ്പ് അവളെ കെട്ടി എന്റെ കൂടെ കൊണ്ടുപോയിട്ടേ ഞാൻ അടങ്ങും. ആ, അരുണേട്ട, ഞാൻ റെഡിയായി. വാ പോവാം. അല്ല, ഈ റെഡ് ഡ്രസ്സ് ഞാൻ നിനക്ക് കഴിഞ്ഞ തവണ വന്നപ്പോ കൊണ്ടുവന്ന് തന്നതല്ലേ? ആ, എന്താന്നറിയില്ല, ഈ ഡ്രസ്സിനോട് ഒരു ഇഷ്ടമാ, പറഞ്ഞറിയിക്കാത്തൊരു ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇടും ഇത്. എനിക്ക് ഫേവറേറ്റാ ഈ ഡ്രസ്സ്. എന്നാ വാ, നമുക്ക് പോവാം. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ബീച്ചിലോട്ടല്ലേ വന്നത്. വാവ്, സൺസെറ്റ്. നിനക്ക് ഇഷ്ടായോ? നിന്റെ ഫേവറേറ്റ് പ്ലേസ് അല്ലേ ബീച്ച്? അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി. കുഞ്ഞി, ഞാൻ നിന്നെ ഒന്ന് ഹഗ് ചെയ്യുന്നതിൽ നിനക്ക് കുഴപ്പം വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ആ, അതിനെന്താ, ഹഗ് ചെയ്തോ. അത് കുഞ്ഞി, ഞാൻ തന്നോട് ഇതുവരെ പറയാത്തൊരു കാര്യമുണ്ട്. ഞാനത് തന്നോടൊന്ന് പറയട്ടെ? അതിനെന്താ, പറഞ്ഞ. അത് പിന്നെ കുഞ്ഞി, എനിക്ക് ഇഷ്ടം. ആ, അയ്യോ അരുണേട്ട, എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാം. അർജന്റ് ആയതുകൊണ്ടാണേ. അതിനെന്താ, ചെല്ല്. ഞാൻ അവളോട് എങ്ങനെയാ എൻ്റെ ഇഷ്ടം തുറന്നു പറയാം? അവളുടെ കണ്ണിലോട്ട് നോക്കുമ്പോ എന്താന്നറിയില്ല, എന്തോ പോലെ. ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ച പ്രണയം അവളോട് തുറന്നു പറയണം. എങ്ങനെ ഞാനിപ്പോ ഒന്ന് പറയാം? ദൈവമേ, എങ്ങനെ പറയണ്ടേന്നും അറിയില്ലല്ലോ.
അരുണേട്ടാ. ആ നീ വന്നോ? അത് പിന്നെ ഞാൻ എനിക്കൊരു കാര്യം അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഏതായാലും അത് കുറച്ച് കഴിഞ്ഞ് പറയാം. അപ്പോഴേക്കും നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാം. എന്നിട്ടാവാം ഒന്ന് മൂഡ് ഫ്രഷ് ആക്കാം. എത്ര നാളായി നിന്നെ ഇങ്ങനെ ഒന്ന് ഞാൻ കെട്ടിപ്പിടിച്ചിട്ട്. സോ ഐ എം വെരി ഹാപ്പി. എനിക്ക് അവസാനം നിന്നെ കാണാൻ പറ്റിയല്ലോ. നിന്നെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കണ്ടിട്ടും കുറേ നാളായി. നിന്നെ ഈ നെഞ്ചോട് ചേർക്കുമ്പോണ്ടല്ലോ പെണ്ണെ, എന്തോ ഈ അരുണിന് വേറൊരു പെണ്ണിനോട്ട് തോന്നാത്ത എന്തോ ഒരു അട്രാക്ഷൻ നിന്നോട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. എന്തോ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. കുഞ്ഞി, എടി ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? എടി കുഞ്ഞി, ഞാൻ പറയുന്നത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ? ഇവളുടെ ബോധം പോയോ? ഏ എന്നെ എന്നെ വിളിച്ചോ? എന്താ എന്ത് കേട്ടോന്ന്? ഞാനൊന്നും കേട്ടില്ല. എന്താ കാര്യം? അല്ല അരുണേട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുകൂടെ പറ. എന്താ പറഞ്ഞേ? ആ അല്ല, നിനക്കൊരു പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിച്ചുകൊണ്ട് വരട്ടെന്ന് വെച്ചതാ. അതെന്താ ഇത്ര ചോദിക്കാതിരിക്കണേ? ഇങ്ങ് വാങ്ങിച്ചോണ്ട് വന്നൂടെ? ഞാൻ കഴിച്ചോളാം. വേഗം ചെല്ല്. ആ എൻ്റെ കൊച്ചിന് എന്താ പറ്റിയേ? ഞാൻ ഇന്നലെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുക, ഭയങ്കര ആലോചന, എന്തോ കാര്യം സീരിയസ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പറ്റിയേ? സത്യത്തിൽ എന്താ കാര്യം? അരുണേട്ട അത് പിന്നെ ഞാൻ കുഞ്ഞി, ആ, അച്ചുവേട്ടൻ. കുഞ്ഞി, ഇതാരാ? അത് പിന്നെ അരുണേട്ട. ഓ, ഫ്രണ്ട് ആയിരിക്കും അല്ലേ? അല്ല, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണാ ഇവള്. കുഞ്ഞി, സത്യമാണോ ഇത്? ഞാൻ കേട്ടത് സത്യമാണോ എന്ന്? അരുണേട്ടൻ കേട്ടത് സത്യം. എനിക്ക് ഇഷ്ടാ വരുണേട്ടനെ. അതുപോലെ വരുണേട്ടന് തിരിച്ചെന്നോട്. അപ്പൊ പിന്നെ അല്ല, നീ എന്തുകൊണ്ടാ ഈ കാര്യം എന്നോട് പറയാതിരുന്ന? പിന്നെ നേരത്തെ ഒരു കോള് വന്നില്ലായിരുന്നോ? അത് അച്ചുവേട്ടനായിരുന്നു. അപ്പൊ അച്ചുവേട്ടനും കൂടെ വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. ആരൊക്കെ ഞങ്ങളെ എതിർത്താലും അരുണേട്ടൻ എതിർക്കില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും അച്ചുവേട്ടനോട് പറയും അരുണേട്ടൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. നിൽക്കൂലേ അരുണേട്ട? അത് പിന്നെ ഇന്നലെ ഈ കാര്യമെല്ലാം വീട്ടിലറിഞ്ഞു. വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. ഞാൻ അച്ഛനോട് ചോദിച്ചു, എനിക്ക് അച്ചുവേട്ടനെ ഇല്ലാണ്ട് പറ്റൂലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അരുണേട്ടൻ അച്ഛനോട് ഒന്ന് സംസാരിക്കണം. എനിക്ക് അച്ചുവേട്ടനെ ഇല്ലാണ്ട് പറ്റൂല. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. അരുണേട്ടന് എൻ്റെ സങ്കടം മനസ്സിലാവുമല്ലോ. എങ്ങനെയെങ്കിലും അച്ഛനോടും അമ്മേനോടും പറഞ്ഞ് ഈ കാര്യം ഒന്ന് ശരിയാക്കി തരണം. അല്ലെങ്കിൽ ഞാൻ ചത്തുകളയും. സത്യമായിട്ടും അരുണേട്ടനെ എങ്ങനെയെങ്കിലും പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. നീ കരയാതെ. നീ കരയുമ്പോ എന്റെ ചങ്ക വിടയണം. നീ കരയല്ലേ? ഞാൻ സംസാരിക്കാം. അങ്കിളും ആൻറ്റി സമ്മതിക്കും. നിന്റെ ഇഷ്ടമല്ല അവർക്ക് വലുത്. ഇപ്പൊ എനിക്കും അവർ സമ്മതിക്കും. ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. നീ കരയാതെ. അരുണേട്ട, ഏട്ടൻ എനിക്ക് തരുമോ ഏട്ടൻ്റെ ഈ പെങ്ങളെ? ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവളെ കരയിക്കൂല. തന്നൂടെ എനിക്ക്? അവളില്ലാണ്ട് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റൂല. ജീവിതകാലം മുഴുവൻ അവൾ എൻ്റെ കൂടെ വേണം. പ്ലീസ്, എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് ശരിയാക്കി തരുമോ? അരുണേട്ടനെ ഞാൻ എൻ്റെ സ്വന്തം ഏട്ടനെ പോലെ കണ്ടിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് ശരിയാക്കി തന്നെ ഏട്ടാ. ഇവളില്ലാണ്ട് എനിക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റൂല. അതൊന്ന് മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലാവും. ഞാനും ഇതുപോലെ ഒരാളെ സ്നേഹിച്ചതാ. എനിക്ക് തൻ്റെ സങ്കടം മനസ്സിലാവും. ഞാൻ പറഞ്ഞ് എന്തായാലും സമ്മതിപ്പിക്കും. താൻ പേടിക്കണ്ട. ഏതായാലും ഇരുട്ടി തുടങ്ങി. എന്നാ ഞങ്ങൾ പോട്ടെ. ശരി, എന്നാ പിന്നെ കാണാം. ശരി എന്നാ അരുണേട്ടാ. ശരി കുഞ്ഞി. ശരി എന്നാ. ചേട്ടാ ഞാൻ പോട്ടെ, പിന്നെ കാണാം. ശരിടാ, പോയിട്ടോ. എന്നാ പിന്നെ നീ ചെല്ല്, പോയി ഫ്രഷ് ആവും. ഇന്ന് കുറേ യാത്ര ചെയ്തല്ലേ. ഞാൻ അങ്കിളിലൊന്ന് കാണട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക, വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ഇല്ലേ കൂടെ. ഓ, ഐ ലവ് യു സോ മച്ച് അരുണേട്ടാ. ലവ് യു ലവ് യു ലവ് യു.
ഉം. എന്നാ നീ ചെല്ല്. ഒരു തവണ ഇത് നിന്റെ വായിന്ന് കേൾക്കണമെന്നുണ്ടായിരുന്നു കുഞ്ഞി, പക്ഷെ ഇനി ഏതായാലും അത് വേണ്ട. അങ്കിൾ എവിടെ? റൂമിൽ കാണും. ആ മോ വന്നോ? ആ ഇവിടെ ഇരിക്ക്, അങ്കിൾക്കൊരു കാര്യം പറയാനുണ്ട്. അങ്കിൾ ഇനി ഒന്നും പറയണമെന്നില്ല. കുഞ്ഞി അവളിന്ന് എന്നോട് എല്ലാം പറഞ്ഞായിരുന്നു. അവളുടെ ഇഷ്ടമല്ല അങ്കിളെ, അതങ്ങ് നടത്തി കൊടുക്കാം നമുക്ക്. മോനെ, അപ്പൊ നീ അവളെ ഇഷ്ടപ്പെട്ടതോ? നിനക്കും ഇല്ലേടോ ഒരു മനസ്സ്? പിന്നെ മനസ്സ് ഒന്ന് പോവാങ്കിളെ, അതൊക്കെ പണ്ട് കൊച്ചിലെ പറഞ്ഞു വെച്ചത്. അതൊക്കെ ഇപ്പൊ ആരെങ്കിലും ഓർത്തിരിക്കോ? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. സത്യം പറയാലോ, ഇവിടെ വന്ന ഞാൻ ചുമ്മാ അവളെ കൊണ്ടുപോകും കിട്ടും എന്നല്ല അങ്ങനെ പറയുന്നേ ഉള്ളൂ. അല്ലാണ്ട് ശരിക്കും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. അങ്കിള് അവൾക്ക് ഇഷ്ടമുള്ളവരെ കെട്ടിച്ചു കൊടുക്ക്. അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. മോനെ, എന്നാലും നിനക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഈ അങ്കിളിന് അറിയാം. നീ എന്തിനാ അത് മറച്ചു വെക്കുന്നേ? നിനക്ക് വേണമെങ്കിൽ നിനക്ക് തന്നെ തരൂടാ ഞാൻ അവളെ. വേറെ ഒരുത്തനും കൊടുക്കൂല ഞാൻ. നീ ഒന്ന് പറ, ഒരു വാക്ക് പറഞ്ഞാ മതി, അങ്കിൾ അത് ചെയ്യാം. അങ്കിൾ ഇതൊക്കെ എന്താ പറയുന്നേ? ഞാൻ സ്നേഹിച്ചെന്നോ? എപ്പോ? ഞാൻ അവളെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്നേ. അങ്കിൾക്ക് ചുമ്മാ തോന്നുന്നതാ. ആ പിന്നെ ഞാൻ പറയുന്നത് അങ്കിൾ കേൾക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ സ്നേഹിക്കുന്നവർ തന്നെ തമ്മിൽ ഒരുമിക്കട്ടെ. അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുത്തേക്ക്. പിന്നെ അച്ഛനും അമ്മേനെയും ആലോചിച്ചാണ് അങ്കിളിന് പ്രശ്നമെങ്കിൽ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അത് സാരില്ല. എനിക്കിഷ്ടമല്ല അല്ലല്ലോ. അപ്പോൾ അങ്കിൾ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്ക്. എല്ലാത്തിനും അവളുടെ ഒരു ആങ്ങളുടെ സ്ഥാനത്ത് ഞാനുണ്ടാവും. കല്യാണം കഴിയുന്നവരെ കൂടെ നിൽക്കാൻ. അതുകൊണ്ട് അങ്കിളൊന്ന് സമ്മതിച്ചേക്ക്. പിന്നെ നാളെ ആ കൂട്ടുകാരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്ക് പെണ്ണ് കാണാൻ. പിന്നെ അവളോട് ഇപ്പൊ ഇതൊന്നും പറയണ്ട. ആന്റീനോട് പറയാൻ മറക്കല്ലേ. നമുക്ക് നാളെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാം. എന്നാ ഞാൻ പോട്ടെ, ഉറക്കം വരുന്നു. മോന്റെ മനസ്സ് വലുതാ. മോൻ നല്ല സ്നേഹമുള്ളവനാ. മോന് അവളെക്കാട്ടിലും നല്ലൊരു പെണ്ണിനെ കിട്ടും. മോൻ നല്ല മനസ്സുള്ളവനാ. അല്ല, മോനൊന്നും കഴിക്കുന്നില്ലേ? ഞങ്ങള് വരുന്ന വഴിക്ക് കഴിച്ചിട്ടാ വന്നത്. എന്നാ ഞാൻ പോയി കിടക്കട്ടെ, ഭയങ്കര ക്ഷീണം. ഏ അമ്മ ഒരു കാര്യം അറിഞ്ഞോ? അവളുടെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നിട്ട് എന്താ പറഞ്ഞേ? പറ. നാളെ വീട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞു. അവർക്ക് സമ്മതമാണെന്ന്. ദൈവം എന്റെ വിളി കേട്ടല്ലോ. ഞാൻ അപ്പോഴും നിന്നോട് പറഞ്ഞില്ലേടാ അവള് നിനക്കുള്ളതാണെന്ന്. എപ്പോ എപ്പോ പറഞ്ഞു മമ്മി? ഞാൻ കേട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, നീ കേൾക്കാതെ തടവേ. ഏതായാലും ഞാൻ എന്റെ പപ്പേനെ ഒന്ന് കാര്യം വിളിച്ചു പറയട്ടെ. നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ. അച്ഛനെ വിളിക്ക്. രാവിലെ തന്നെ വരാൻ പറയട്ടോ. നേരത്തെ വരാൻ പറയേ. നാളെ പെണ്ണ് കാണാൻ പോയിട്ടുള്ളതാ. എടാ, ഈ ചെക്കൻ്റെ ഒരു കാര്യം, അവൾ എങ്ങോട്ടും പോകത്തില്ലടാ. ഇത്രയും ദിവസം എന്തായിരുന്നു, വീർപ്പ് മുട്ടലായിരുന്നു. ഏതായാലും ഇന്നൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം. താങ്ക് യു സോ മച്ച് മമ്മി. ഐ ലവ് യു. എന്നാ ഞാൻ പോയി കിടക്കട്ടെ അമ്മ. രാവിലെ നേരത്തെ എനിക്കുള്ളതല്ലേ. ബൈ ബൈ. ഈ ചെക്കൻ്റെ ഒരു കാര്യം. ചെമ്പകം പൂത്തില്ലേ, മാമഴപ്രാവ് പറന്നില്ലേ, വെള്ളരിക്കിണ്ണത്തിലെന്തുണ്ട്, പുള്ളിപ്പശുവിന്റെ പാലുണ്ട്, പുസ്തകത്താളിൽ ഒളിച്ച കിനാവിനു പത്തര മാറ്റുണ്ട്. മിന്നാമിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല, കണ്ണാം തുമ്പി കാഞ്ചനത്തുമ്പി കാതിൽ കേട്ടതു പാട്ടല്ല, ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരമ്പിളി വന്നിറങ്ങി. ദൈവമേ, സഹിക്കുന്നില്ലല്ലോ. ഞാൻ എങ്ങനെ അവളെ മറക്കുക? ഈ ചങ്കിന് പോവും അവള്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. എന്റെ പെണ്ണെന്നും പറഞ്ഞ് 5-8 വർഷം ഈ ചങ്കി കൊണ്ട് നടന്നിട്ട് ഇപ്പോ പെട്ടെന്നൊരു നിമിഷം അവിടെ വേറൊരാളുടെ ആവാൻ പോണെന്ന് അറിഞ്ഞപ്പോ സഹിക്കുന്നില്ല. ചങ്ക് അങ്ങ് തകർന്നു പോവുക. ഈ നിമിഷം തന്നെ അങ്ങ് മരിച്ചു പോയാലോന്നാ വിചാരിക്കുന്നത്. പക്ഷെ പറ്റുന്നില്ല. അവളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല.
ബട്ട് അവളുടെ സന്തോഷമാണ് എനിക്ക് വലുത്. അവൾ സന്തോഷമായിട്ടിരിക്കണം. എവിടെയാണെങ്കിലും അവളുടെ കൂടെ നിൽക്കണം എപ്പോഴും. ഇനി ഒരു ചേട്ടനെ പോലെ അവളുടെ ആങ്ങളായിട്ട് ഞാനിപ്പിന്നെ എന്നും കൂടെ ഉണ്ടാവും, എന്നും, മരിക്കുന്നത് വരെ.